ഹലോ ഗൈസ്, നമുക്കറിയാവുന്ന പോലെ എല്ലാ ദിവസവും ഹോർമുസ് കടലിടുക്കിലൂടെ ധാരാളം എണ്ണ ടാങ്കറുകൾ കടന്നു പോകുന്നുണ്ട്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% അല്ലെങ്കിൽ ഏകദേശം അഞ്ചിലൊന്ന് ഈ കടലിടുക്കിലൂടെയാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിടുക്ക് ഒരു ഇടുങ്ങിയ ഭാഗമാണ്. അതായത് ഈ ഭാഗത്ത് വരുമ്പോൾ ഹോർമുസിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹോർമുസിന്റെ വീതി ഏകദേശം 25 മുതൽ 30 കിലോമീറ്റർ വരെയായിട്ട് ചുരുങ്ങുന്ന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കപ്പലുകൾക്ക് ഈ 25-30 കിലോമീറ്റർ വീതിയുള്ള കടലിലൂടെ അവർക്ക് തോന്നിയ പോലെയോ യഥേഷ്ടം സഞ്ചരിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അതിന് കാരണം ഒരു കപ്പല് ഹോർമൂസിലേക്ക് കയറി കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് പാതകളിലൂടെ തിരിയും. ഓരോ കപ്പലിനും, അതായത് ഒരു കപ്പലിന് ഒരു വശത്തേക്ക് പോകാനും ഓപ്പോസിറ്റ് വരുന്ന കപ്പലിന് വേറെ വശത്തേക്ക് കൂടി വരുവാനായിട്ട് സെപ്പറേറ്റ് പാതകളാണ് ഹോർമൂസിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു വൺ വേ ഹൈവേയിലൂടെ നമ്മുടെ കാറോ ബൈക്കോ ഓടിച്ച് പോണ പോലെ തന്നെയാണ് ഹോർമൂസിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹോർമൂസ് കടലിടുക്കിന്റെ വീതി 30 കിലോമീറ്റർ ആണെങ്കിലും ഓരോ കപ്പലിനും ഓരോ വശത്തേക്ക് പോകാനായിട്ട് വേർതിരിച്ചിട്ടുള്ള പാത എന്ന് പറഞ്ഞത് ചില മീറ്ററുകൾ മാത്രമേ വീതി ഉണ്ടാവുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇറാന് ഈ കടൽപ്പാത അടയ്ക്കുവാനുള്ള നാവികസേന ഇപ്പൊ അവരുടെ കയ്യിലില്ല. അവർ അടയ്ക്കുമെന്ന് വീരവാദം പറയുന്നുണ്ടെങ്കിലും അവർക്ക് അടയ്ക്കുവാൻ സാധിക്കും, പക്ഷെ നാവികസേന വെച്ചിട്ട് അടയ്ക്കുവാനുള്ള നാവികസേന ഒന്നും അവരുടെ കയ്യിലില്ല. അത് മാത്രമല്ല, ഇറാന് നിയമപരമായിട്ട് ഈ കടലെടുക്ക് അടയ്ക്കുവാനുള്ള അവകാശമില്ല. കാരണം ഈ കടൽപ്പാത ഇറാന്റെ തീരപ്രദേശത്തോട് ചേർന്നാണ് പോകുന്നത്, അതൊരു വസ്തുതയാണ്. പക്ഷേ ഇത് ഇന്റർനാഷണൽ സീ വാട്ടേഴ്സിന്റെ ഭാഗമാണ്. ഇറാന്റെ നാവികസേനയെ ഇപ്പോ അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് തവിട് കൂടിയാക്കി വിട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇവിടെ കാര്യമില്ല. കാരണം കപ്പലുകൾ തടയുവാനായിട്ട് ഇറാൻ ഇപ്പോ ഇവിടെ മിസൈൽ അയക്കുകയോ ഡ്രോൺ അറ്റാക്ക് നടത്തുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമുക്കറിയാം. ഇറാൻ ഇപ്പോൾ ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ മാത്രം മതിയാകും ഈ വഴിയിലൂടെ കപ്പൽ ഗതാഗതം നിലയ്ക്കുവാനായിട്ട്. കാരണം കടലിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഇൻഷുറൻസ് ആവശ്യമാണെന്ന് നമുക്കറിയാം. ഒരു ഒരു കപ്പലും ഇൻഷുറൻസ് ഇല്ലാതെ കടലിലൂടെ ഒരിക്കലും യാത്ര ചെയ്യില്ല. കാരണം അതായത് ഒരു കപ്പലിന്റെ ഏകദേശ വില എന്ന് പറയുന്നത് 800 കോടി രൂപയോളം വിലയുണ്ട് ഒരു കപ്പലിന്. അതുകൂടാതെ അതിൽ നിറയ്ക്കുന്ന ചരക്കുകൾക്ക് ഏകദേശം 1500 കോടി മുതൽ 2000 കോടി രൂപ വരെ വില വരും. അപ്പോ കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു കപ്പലിന് കപ്പലിന്റെയും അതിന്റെ മൊത്തം ചരക്കുകളുടെയും മൊത്ത വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചിലപ്പോൾ ഒരു 3000 മുതൽ 4000 കോടി രൂപ വിലയുണ്ട്. അപ്പോ ഇൻഷുറൻസ് എടുക്കാതെ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലിന് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്ക് മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ കമ്പനികൾ അത് ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു കപ്പലുകളും അങ്ങനെ ഒരു റിസ്ക് എടുക്കുവാനായിട്ട് തയ്യാറായില്ല. അപ്പോ ഹോർമൂസ് കടലെടുക്ക് ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുമ്പോൾ കപ്പലുകൾക്ക് ഇൻഷുറൻസ് കൊടുക്കാനായിട്ട് ഇൻഷുറൻസ് കമ്പനികളും ഇവിടെ തയ്യാറായില്ല. അപ്പോ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് കപ്പലുകൾക്ക് കൊടുക്കാത്ത കാരണം തന്നെ അപ്പൊ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ ഇറാന് നാവികസേന ഇല്ലെങ്കിലും ഇറാന്റെ ഒറ്റ ഭീഷണി കാരണം ഇൻഷുറൻസ് കമ്പനികൾ കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകാൻ മടിക്കും. അതെന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ ഇൻഷുറൻസ് ലഭിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും കപ്പലുകളും ആ പാതയിലൂടെ പോകുവാൻ അല്ലെങ്കിൽ ആ പാത തെരഞ്ഞെടുക്കുവാനായിട്ട് മടിക്കും. അതുകൊണ്ട് പല രാജ്യങ്ങളും ഹോർമൂസ് കടലിടുക്കിനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യുവാൻ കഴിയും, അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ട് വേറെ എന്തെങ്കിലും റോഡുകൾ ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആലോചന പണ്ട് മുതലേ തുടങ്ങിയതാണ്. ഏകദേശം കഴിഞ്ഞ തവണ ഇസ്രായേലും ഇറാനും തമ്മിൽ 12 ദിവസത്തെ യുദ്ധം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു പദ്ധതി പല രാജ്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് കൂടുതലും ഇത്തരത്തിൽ ചിന്തിക്കുകയും ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തത്. കാരണം അവരുടെ എണ്ണയാണ് കൂടുതലും ഹോർമൂസ് ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഭക്ഷണങ്ങൾ എത്തണമെങ്കിൽ ഈ കടൽപ്പാതയെ പൂർണ്ണമായും അവർക്ക് ആശ്രയിക്കേണ്ട ഒരു ഒരു അവസ്ഥ അവർക്കുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഒന്നും തന്നെ അവർ ഉൽപാദനം നടത്തണില്ല. അവർ കൺസ്യൂം ചെയ്യുന്ന രാജ്യമാണ്. അതായത് അവർക്ക് വേണ്ടുന്ന ഫുഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരാണ് ഈ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ രാജ്യങ്ങളും. കഴിഞ്ഞ തവണ 12 ദിവസത്തെ വാറിൽ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതിനെതിരെ ആ സമയത്ത് ശക്തമായ എതിർപ്പ് ഉയർത്തുകയുണ്ടായി. ഈ സമയത്താണ് അവർ ചിന്തിച്ചു തുടങ്ങുന്നത്, അതായത് ഹോർമൂസിന് ബദലായി ഒമാനിലൂടെ എന്തുകൊണ്ട് ഒരു കടൽപാത സാധ്യമാക്കിക്കൂടാ എന്ന്. ഇതിന്റെ ഭാഗമായിട്ടാണ് പല രാജ്യങ്ങളും ആലോചിക്കുന്നത് ഹോർമൂസ് കടലിടുക്കിന് പാരലായിട്ട് മുസൻഡാം പെനിൻസുലയിലൂടെ ഒരു ഹൈവേ നിർമ്മിക്കുകയോ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു കനാല് പണിയുകയോ ചെയ്യുവാൻ എന്തുകൊണ്ട് സാധിക്കില്ല എന്ന്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് കൂടുതൽ ഇത് ആലോചിക്കുന്നത്. ആ പദ്ധതിയുടെ റൂട്ട് മാപ്പ് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. ഈ മൂസൻഡാം പെനിൻസുല എന്ന് പറയുമ്പോൾ അത് സ്ഥിതി ചെയ്യുന്നത് ഒമാൻ എന്ന രാജ്യത്തിലാണ്. ഈ ഒരു പദ്ധതി ശരിക്കും നടത്തിയെടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. കാരണം ഈ ഹോർമൂസിന് സമാന്തരപാത പല രാജ്യങ്ങളും ആലോചിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് അത്ര എളുപ്പമായ ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം
ഇങ്ങനെ ഒരു ചിന്ത ഉടലെടുക്കുവാനുള്ള കാര്യം മൊസൻഡാം പെൻസിലയുടെ ദൂരം ഹോർമൂസ് കടലെടുക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അതായത് നിങ്ങൾ മാപ്പ് ശ്രദ്ധിച്ചറിയാൻ പറ്റും. സാധാരണ ഒരു കപ്പല് ഹോർമൂസ് കടക്കണമെങ്കിൽ പേർഷ്യൻ ഗൾഫ് ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ കടന്നു വന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ഹോർമൂസ് ടച്ച് ചെയ്ത് പിന്നെ തിരികെ വന്ന് ഒമാന്റെ കടലിടുക്കിലേക്ക് കയറണം. എന്നാൽ മുസൻഡാം പെൻസിൽ യാഥാർത്ഥ്യമാകുകയാണെന്നുണ്ടെങ്കിൽ ഈ പേർഷ്യയിൽ നിന്ന് വരുന്ന കടല് ഇടുക്കിനെയും ഗൾഫ് ഓഫ് ഒമാനെയും തമ്മിൽ നേരിട്ട് ഇങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും. നിങ്ങളിങ്ങനെ മുകളിലേക്ക് പോയിട്ട് ചുറ്റിക്കറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹോർമൂസിലൂടെ കപ്പലുകൾ ചുറ്റി വരുന്ന ആ ദൂരപരിധി ഉണ്ടല്ലോ, അതിവിടെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ ഈ പദ്ധതി എളുപ്പമുള്ള പോലെ നമുക്ക് തോന്നാം. പക്ഷേ ഇതിന് കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എന്തായാലും നേരിടേണ്ടി വരും. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ ഭാഗത്തെ ഭൂമിശാസ്ത്രത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം മൂസൻ ഡാം പെൻസിലയിൽ ധാരാളം കുന്നുകളും താഴ്വരകളും ഉണ്ട്. അതായത് മലമടക്കുകൾ നിറഞ്ഞ ഒരു പെൻസുലയാണ് ഒമാനിലെ തീരപ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൻസുലയാണത്. അതുകൂടാതെ മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മലനിരകൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇവിടുത്തെ മലനിരകളുടെ കോർ ഉണ്ടല്ലോ, ഉൾഭാഗം, അത് വന്നിട്ട് സാധാരണ പാറക്കല്ല് വെച്ചല്ല ഉണ്ടാക്കിയിരിക്കണം. അതായത് പാറക്കല്ലുകളും അതുപോലെ തന്നെ ചുണ്ണാമ്പ് കല്ലുകളും കൂടി മിശ്രിതമായിട്ടുള്ള ഒരു തരം കോറാണ് അവിടെ വന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ചില ഭാഗത്തെ മലകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി വരെയും ഉയരമുണ്ട്. അപ്പോൾ ഈ മലനിരകളിൽ ഒരിടത്തും നമുക്ക് ഒരു സമതല പ്രദേശം ഒന്നും കാണുവാൻ സാധിക്കുകയുമില്ല. അതായത് ഈ ഭാഗത്ത് ഹോർമൂസിന് സമാന്തരമായിട്ട് ഒരു കനാല് പണിയണമെങ്കിൽ സാധാരണ കനാല് വെട്ടുന്ന പോലെ വെറുതെ ചാല് കീറിയിട്ട് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കില്ല എന്നർത്ഥം. അതിന് വേണ്ടിയിട്ട് മലനിരകൾ നമ്മൾ തുരക്കേണ്ടി വരും. ഇങ്ങനെ വരുന്ന കനാലുകൾക്ക് വലിയ കപ്പലുകൾ കടന്നു പോകാനുള്ള ആഴം ഉണ്ടായിരിക്കണം, നീളം ഉണ്ടായിരിക്കണം, അതുപോലെ വീതിയും ആവശ്യമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ദശലക്ഷക്കണക്കിന് പാറകളാണ് ഇവിടെ നമുക്ക് പൊട്ടിക്കേണ്ടതായിട്ട് വരാം. ഇതിന് ബില്യൺ ഡോളറുകൾ എന്തായാലും ചെലവാക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൂടാതെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഈ പാത സാധ്യമാണെന്ന് തന്നെ വിചാരിച്ചോ, വേറൊരു പ്രശ്നം കൂടിയും കടന്നു വരും. ഈ വേണമെങ്കിൽ ഇറാൻ ഈ പാതയിലേക്ക് മിസൈലുകൾ അയക്കുവാനായിട്ട് സാധിക്കും, അവർക്ക് ആക്രമിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ വലിയ മലനിരകൾ തുരന്നും പൊട്ടിച്ചുണ്ടാക്കുന്ന ഈ ഒരു പാത കാരണം പാരിസ്ഥിതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിലെ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ അപകടത്തിൽ പെട്ടാൽ തന്നെ എന്നേക്കുമായിട്ട് ചിലപ്പോൾ ഈ വഴി ഉപയോഗശൂന്യമായി പോയിന്നിരിക്കും. ഇങ്ങനെ ഉണ്ടാകുന്ന പാത പ്രധാനമായും ഒമാനിലൂടെ വേണം കടന്നു പോകാനായിട്ട്. ഒമാൻ എന്ന രാജ്യത്തിലെ സർക്കാരിന് ഇപ്പോൾ അങ്ങനെ ഒരു പാത നിർമ്മിക്കുവാനായിട്ട് തീരെ താല്പര്യം കാണിക്കുന്നില്ല. അവർ കൂടുതലും അവിടെ ടൂറിസം നടത്താനും ബാക്കിയുള്ള അവരുടെ തീരപ്രദേശത്തോട് ചേർന്ന് നടക്കുന്ന ഡെവലപ്മെന്റ് നടത്താനൊക്കെയാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു റൂട്ട് മാപ്പ് പണിയുവാൻ സാധിക്കുമെങ്കിലും അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല അവിടെ ഈ ഇങ്ങനെ ഒരു പാത നിർമ്മിക്കുമ്പോൾ നേരിടേണ്ടതായിട്ട് വരാം. അപ്പോൾ ഗൈസ്, എന്തായാലും ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് ഗൈസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും സൈനിങ് ഓഫ്.